മഴത്തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബബിതയ്ക്കൊപ്പം ഹോട്ടലിൽ വെച്ച് വൈജയന്തി സ്റ്റാൻലി ജോസഫിനെ കണ്ടുമുട്ടിയതോടെ വൈജയന്തിയുടെ കൺട്രോൾ തന്നെ ആകെ തെറ്റിയിരിക്കുകയാണ്. ഇതിനിടയിൽ മാമച്ചന്റെ വീട്ടിൽ നിന്നും ബബിതയെ വിളിച്ചുകൊണ്ടുവരുവാൻ വേണ്ടി ശിവശങ്കര മേനോനും വൈജയന്തിയും ഒരുമിച്ച് പോകുമ്പോൾ ഇരുവരും അവിടെ വെച്ച് സ്റ്റാൻലിയെ കാണുകയും ചെയ്തു. തുടർന്ന് അയാൾ നീലഗിരിയിലേക്ക് വിളിച്ച് ഗംഗാധര മേനോനുമായി സംസാരിച്ചു. ആ വാർത്ത ഒരു ഇടിത്തി പോലെയാണ് ഗംഗാധര മേനോന്റെ കാതുകളിൽ വീണത്. തുടർന്ന് ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷം ഗംഗാധര മേനോൻ ശിവശങ്കര മേനോന്റെ ചെവിയിൽ ഒരു പോംവഴി ഉപദേശിക്കുകയാണ്. നേരിട്ട് സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, സ്റ്റാൻലി ജോസഫിനോടും അലീനയോടും കൂടി ഒരു ഒത്തുതീർപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ഒരു ഡീൽ ഉണ്ടാക്കുക. എന്തെന്നാൽ ഒരിക്കലും വൈജയന്തി അറിയരുത് അലീന വൈജയന്തിയുടെ മകളാണെന്ന്. ആ ഒരു പരിഹാര മാർഗം കേട്ടുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ശിവശങ്കര മേനോൻ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ചു പോവുകയാണ്. ആദ്യം അയാൾ പുനലൂരിലാണ് എത്തിയത്. കൊട്ടാരമറ്റം തറവാട്ടിൽ നിന്നും സ്റ്റാൻലിയെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. അതിനുശേഷം അയാൾ കുളത്തുപുഴയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചിട്ടാണ് ശിവശങ്കര മേനോൻ കുളത്തുപുഴയ്ക്കുള്ള വഴി മനസ്സിലാക്കിയത്. തെന്മല വഴിയും അഞ്ചൽ വഴിയും പോകാമെന്നവർ പറഞ്ഞു. അഞ്ചൽ വഴിയാണ് ദൂരക്കുറവ്. ശിവശങ്കര മേനോൻ പുനലൂരിൽ നിന്നും ഊണ് കഴിച്ചതിന് ശേഷം അഞ്ചൽ വഴി കുളത്തുപുഴയിലെത്തി. സ്റ്റാൻലിയുടെ വീട് കണ്ടുപിടിക്കുവാനും അയാൾ ഓട്ടോറിക്ഷക്കാരെ തന്നെ ആശ്രയിച്ചു. വീട്ടുവളപ്പിലേക്കുള്ള ഗേറ്റ് കിടന്നപ്പോൾ നായ്ക്കളുടെ ഗർജനം നാലുപാടു നിന്നും കേട്ടു തുടങ്ങി. കാറിലിരുന്നു കൊണ്ട് തന്നെ നായ്ക്കളുടെ ഒരു നിര അയാൾ കണ്ടു. 4-5 ഭീമൻ നായ്ക്കൾ എങ്ങു നിന്നോ പാഞ്ഞു വന്നു. അവറ്റകൾ കാറിന് ചുറ്റും മണപ്പിച്ചും മുരണ്ടും നടക്കുകയാണ്. മാക്സിയും ടോപ്പും ഇട്ടൊരു പെൺകുട്ടി സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. പിന്നാലെ ഒരു മധ്യവയസ്കനും. ടാനിയായും ആൻറ്റപ്പനുമായിരുന്നു അത്. ആൻറ്റപ്പൻ നായ്ക്കളെ ആട്ടി തെളിച്ചു കൊണ്ടുപോയി. ശിവശങ്കര മേനോൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. സ്റ്റാൻലി ജോസഫിന്റെ വീടല്ലേ ഇത്? പെട്ടെന്ന് ടാനിയ ചോദിക്കുകയാണ്, പപ്പയെ കാണാനാണോ? ആ അതെ, പപ്പ ഇവിടെ ഇല്ല, തോട്ടത്തിൽ പോയതാ. ആഹാ, ഇന്ന് വരില്ലേ? വരും, കയറിയിരിക്കാം, വരൂ. ടാനി അയാളെ സിറ്റൗട്ടിലേക്ക് ക്ഷണിച്ചു. ശിവശങ്കര മേനോൻ ചുറ്റുപാടുകൾ നോക്കി. വിശാലമായ വളപ്പും ബംഗ്ലാവും, മനോഹരമായ ലാൻഡ്സ്കേപ്പ്. ശിവശങ്കര മേനോൻ സിറ്റൗട്ടിൽ ചെന്ന് കയറി. അപ്പോൾ ടാനിയ ചോദിക്കുകയാണ്, എവിടുന്ന് വരുവാ? ഞാൻ ബബിതയുടെ ബാഗ് എടുക്കാൻ വന്നതാ. അലീന ഇല്ലേ ഇവിടെ? ഉണ്ട്, വിളിക്കാം. സ്റ്റാൻലിയുടെ മോളാണ് അല്ലേ? അതെ. ടാനിയ അകത്തേക്ക് പോയി. അലീന വാഷിംഗ് മെഷീനിൽ അലക്കിയെടുത്ത തുണികൾ പിന്നാമ്പുറത്തെ അയയിൽ കുടഞ്ഞു വിരിക്കുകയായിരുന്നു. ടാനിയ വർക്കേരിയുടെ വാതിലും കടന്ന് പിൻവരാന്തയിലേക്ക് ഇറങ്ങിയിട്ട് വിളിക്കുകയാണ്, അലീന ചേച്ചി. അലീന ടെൽസയുടെ ചുരിദാർ ഉണങ്ങുവാൻ വിരിക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കാതെ ചോദിക്കുകയാണ്, ആരാ മോളെ എവിടെ വന്നത്? ബബിതയുടെ ബാഗ് എടുക്കാൻ വേണ്ടി വന്നതാ. അലീന പെട്ടെന്ന് മുഖം തിരിച്ചു നോക്കി. ആര്? ടാനിയ കൈമലർത്തി കാണിച്ചു. ബബിത വന്നിട്ടുണ്ടോ? ഇല്ല, ഞാനിതാ വരുന്നേ. ഞാൻ വിരിച്ചോളാം ചേച്ചി, ചേച്ചി അങ്ങോട്ട് ചെല്ല്. ടാനിയ ആ ജോലി ഏറ്റെടുത്തു. അലീന പൂമുഖത്തേക്ക് വേഗം ഓടിച്ചെന്നു. ശിവശങ്കര മേനോൻ ഇരിപ്പുറയ്ക്കാഞ്ഞ് സിറ്റൗട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. കാർ പോർച്ചിന്റെ അരികു വരെ ചെന്നിട്ട് തിരിഞ്ഞപ്പോൾ ഒരു യുവതി വാതിൽ വിരി മാറ്റി നോക്കുന്നത് കണ്ടു. ശിവശങ്കര മേനോൻ ഒരു നിമിഷം പകച്ചുപോയി. അലീനയാണോ ഇനി അത്? കടപ്പാട്ടൂരെ വീട്ടിൽ അടുക്കള വേലക്കാരിയായി നിന്ന പെണ്ണ്. ഓർക്കാപ്പുറത്ത് ശിവശങ്കര മേനോനെ കണ്ട് അലീനയും ആശ്ചര്യസ്തബ്ധയായി. അനേകം ചിന്തകൾ കൊള്ളിമീൻ പോലെ അവളുടെ മനസ്സിലൂടെ പാഞ്ഞുപോയി. മനുവേട്ടനൊഴികെ കൊല്ലപ്പള്ളി തറവാട്ടിലെ മറ്റാരും അറിയാതെ കാത്തു സൂക്ഷിച്ച തൻ്റെ ജന്മരഹസ്യത്തിൻ്റെ അസ്ഥിവാരം അത് തകർന്നു കഴിഞ്ഞു. മനുവേട്ടൻ്റെ അച്ഛൻ എങ്ങനെ കണ്ടുപിടിച്ചു ഈ സ്ഥലം? ആരാണ് പറഞ്ഞു കൊടുത്തത്? ബബിതയാണോ പടിക്കൽ കൊണ്ടുവന്ന് കലമടച്ചത്? ശിവശങ്കര മേനോന്റെ അത്ഭുതം ഇനിയും മാറിയിട്ടില്ല. അലീനയെ അയാൾ കണ്ടിട്ട് കുറേ മാസങ്ങൾ കഴിഞ്ഞു പോയിരുന്നു. അന്ന് മെലിഞ്ഞുണങ്ങി ആരുടെയോ ആജ്ഞയ്ക്ക് കാതോർത്തു നിന്ന ദാസിയല്ല ഇത്. ഈ സമ്പന്ന ഗ്രഹത്തിൻ്റെ അഗാധ ഗാംഭീര്യത്തിനും ശാന്ത സ്വച്ഛതയ്ക്കും ഇണങ്ങും വിധം വിളങ്ങുന്ന പ്രൗഢിയുള്ള തരുണി. ചേറിൽ കിടന്ന പൊൻവിളക്ക് വീണ്ടെടുത്ത് തേച്ചു മിനുക്കി യഥായോഗ്യം പീഠത്തിനു മീതെ പ്രതിഷ്ഠിച്ച് തിരിയിട്ട് കൊളുത്തിയപ്പോൾ അതിരിക്കുന്ന സ്ഥലവും ഐശ്വര്യദീപ്തം. അലീനയുടെ മുഖത്തെ ഭാവപ്പകർച്ച കണ്ട് ശിവശങ്കര മേനോൻ പറയുകയാണ്, ബബിതയുടെ ഡ്രസ്സും ബാഗും ഇവിടെ ഉണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. അപ്പോൾ അലീന ചോദിക്കുകയാണ്, ബബിതയാണോ അങ്കിളിനെ ഇങ്ങോട്ട് അയച്ചത്? അല്ല, ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് മടങ്ങുന്ന വഴി ഇതിലേക്ക് കയറിയെന്നേ ഉള്ളൂ. ഇതെങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഈ സ്ഥലം? പുനലൂരാണ് സ്റ്റാൻലിയുടെ വീടെന്നറിയാമായിരുന്നു. ഞാൻ പുനലൂർ എത്തിയപ്പോൾ വെറുതെ ഒന്ന് അന്വേഷിച്ചു. ഓട്ടോറിക്ഷക്കാർക്ക് അറിയാമായിരുന്നു. പക്ഷേ അലീനയ്ക്കത് വിശ്വാസമായില്ല. അവളുടെ കണ്ണിൽ സംശയം മാറാതെ നിൽക്കുന്നത് ശിവശങ്കര മേനോനും കണ്ടു. ബാഗ് തന്നാൽ ഞാൻ പൊയ്ക്കൊള്ളാം, ശിവശങ്കര മേനോൻ ഭംഗിവാക്കായി പറയുകയാണ്. അപ്പോൾ അലീന, അങ്കിള് ഊണ് കഴിച്ചായിരുന്നു? കഴിച്ചു. പുനലൂർ വന്നപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടു. ചുമ്മാ പറയുവാണോ? ഇവിടെ ചോറും കറിയും എല്ലാം ഇരിപ്പുണ്ട്. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? എന്തായാലും അങ്കിൾ ഇവിടെ വരെ വന്നതല്ലേ, കയറിയിരിക്കെ. അവൾ അയാളെ ഹാളിലേക്ക് ക്ഷണിച്ചിരുത്തി. അങ്കിളിന് കോഫി വേണോ ചായ വേണോ, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് എടുക്കാം? ഏയ്, എനിക്കൊന്നും വേണമെന്നില്ല, ഞാൻ ചായ എടുക്കാം, ഇപ്പോൾ വരാമേ. അവൾ ഹാളിൽ നിന്നും തിടുക്കത്തിൽ നടന്നുപോയി.
ചായ തയ്യാറാക്കുന്നതിനിടയിൽ അലീനയുടെ മനസ്സിൽ നാനാവിധ ചിന്തകൾ കെട്ടുപിണഞ്ഞു. മനുവേട്ടന്റെ അച്ഛൻ ബബിതയുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതല്ല എന്ന് അവൾക്ക് തീർച്ചയായിരുന്നു. ബബിത ഇങ്ങോട്ട് പറഞ്ഞയക്കാനൊന്നും സാധ്യതയില്ല. തന്റെ പപ്പയെയും ബബിതയെയും എറണാകുളത്ത് വെച്ച് അമ്മ അവിചാരിതമായി കണ്ടുമുട്ടിയതിന്റെ പരിണിത ഫലമായിരിക്കും ഇത്. ഒരുപക്ഷെ അമ്മ സ്വന്തം സഹോദരനെ കൂട്ടുപിടിച്ച് നടത്തുന്ന നീക്കങ്ങളാവാം. അമ്മയെയും പപ്പയെയും സംബന്ധിച്ചുള്ള പൂർവ്വകാല രഹസ്യങ്ങൾക്കൊന്നും ഇനി വലിയ ആയുസില്ല എന്ന് അലീന അനുമാനിച്ചു. ശിവശങ്കരമേനോൻ മുള്ളിനുമീത എന്നോണം ഇരിക്കുകയായിരുന്നു. ആരെയും കാണാനില്ല, ആരുടെയും ശബ്ദം കേൾക്കാനുമില്ല. ആദ്യം ഇറങ്ങി വന്ന പെൺകുട്ടിയുമില്ല. കാലൊച്ച കേട്ടു നോക്കിയപ്പോൾ അലീന ചായക്കപ്പുമായി വരുന്നത് കണ്ടു. ശിവശങ്കരമേനോൻ നേരെയിരുന്നു. അലീന ചായയുടെ ഡ്രൈ നീട്ടി. ശിവശങ്കരൻ ചായക്കപ്പുമെടുത്ത് താങ്ക്സ് പറഞ്ഞു. തുടർന്ന് സംസാരിക്കുവാൻ വേണ്ടിയുള്ളൊരു ചാല് തുറന്നു കിട്ടുവാൻ വേണ്ടി ശിവശങ്കരൻ ചോദിക്കുകയാണ്, നിനക്കിവിടെ സുഖമാണോ? അതെ അങ്കിൾ, സുഖമാണ്. സ്റ്റാൻലി ജോസഫിനെ ഞാൻ എറണാകുളത്ത് മാമച്ചൻ്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. വീട് പുനലൂരാണെന്ന് സ്റ്റാൻലി അന്ന് പറഞ്ഞിരുന്നു. പുനലൂരാണ് തറവാട്ട് വീട്, കൊട്ടാരമറ്റത്തിൽ. സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളുമൊക്കെ ഇവിടെ തന്നെയാണ് താമസം. ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണ്. മക്കളിൽ 2 പേർ സ്കൂളിൽ പോയിരിക്കുക. ഞാൻ മുറ്റത്ത് വെച്ച് കണ്ടത് സ്റ്റാൻലിയുടെ മോളാണ് അല്ലേ? അതെ, പേര് ടാനിയ. അലീനയുമായി ആ കുട്ടിക്ക് നല്ല മുഖസാമ്യമുണ്ട്. ആ, അതിവിടെ എല്ലാവരും പറയാറുണ്ട്. അലീന പുഞ്ചിരി തൂക്കി. സ്റ്റാൻലിയുമായി എങ്ങനെയാ നിനക്ക് പരിചയം? കടപ്പാട്ടൂരെ അച്ഛൻ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയതാ. ബാലചന്ദ്രൻ അല്ലേ? ആ അതെ. സ്റ്റാൻലിയും ബാലചന്ദ്രനും തമ്മിൽ മുൻപരിചയമുണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ നിന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചു? ഇല്ല, പറയാം. ചായ കുടിച്ചില്ലല്ലോ. ശിവശങ്കരമേനോൻ ചായക്കപ്പ് കയ്യിലെടുത്തു. അപ്പോൾ അലീന പറയുകയാണ്, അങ്കിൾ എന്തായാലും അന്വേഷിച്ച് ഇത്രത്തോളം ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ. വന്ന കാര്യം സാധിച്ചില്ലല്ലോ എന്നോർത്ത് മനസ്സ് വിഷമിച്ചു പോകരുത്. അങ്കിളിനോട് പറയുന്നതിൽ സന്തോഷം മാത്രമല്ല, കുറച്ച് അഭിമാനം കൂടിയുണ്ട്. അലീന തൻ്റെ കൈകൾ മാർവിൽ കെട്ടി. ശിവശങ്കരമേനോൻ ഉദ്വേഗഭരിതനായി. അപ്പോൾ അലീന പറയുകയാണ്, സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ് ഞാൻ. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് കടപ്പാട്ടൂരെ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത്. കുടിക്കുവാൻ വേണ്ടി താടിയോളം ഉയർത്തിക്കൊണ്ടുവന്ന കപ്പ് ശിവശങ്കരമേനോൻ്റെ കയ്യിലിരുന്ന് വിറച്ചു. സോസറിലേക്ക് ചായ തുളുമ്പി വീണു. അലീന അപ്പോൾ പിന്നെയും പറയുകയാണ്, എങ്ങനെ ഞാൻ എൻ്റെ പപ്പയുടെ മകളായി എന്നും കൂടി അറിയണ്ടേ? അതും പറയാം. എൻ്റെ പപ്പ മിലിറ്ററിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ആഗ്രയിൽ വെച്ച് വൈജയന്തി എന്നൊരു പെണ്ണിനെ സ്നേഹിച്ചു. കുറേ നാൾ അവരൊരുമിച്ച് ജീവിക്കുകയും ചെയ്തു. വീട്ടുകാരിടപെട്ട് അവരെ തമ്മിൽ വേർപെടുത്തി. എല്ലാ കണക്കുകളും ഹരിച്ചു കഴിഞ്ഞപ്പോൾ വൈജയന്തി പ്രസവിച്ച ഒരു കുഞ്ഞു മാത്രം ശിഷ്ടം വന്നു. അതിനെ കഴക്കൂട്ടത്തുള്ള ഒരു ഓർഫനേജിൽ ഉപേക്ഷിച്ച് ആ പ്രശ്നവും പരിഹരിച്ചു. ആരൊക്കെയോ ഭിക്ഷ നൽകി അന്നം കഴിച്ച്, ആരൊക്കെയോ ദാനം ചെയ്ത ഉടുപ്പുകളിട്ട് ഒരനാഥ കുഞ്ഞായി അവൾ വളർന്നു. 23 വർഷം. മുള്ളുകൾ പതിപ്പിച്ച ചാട്ടവാർ പോലെ അലീനയുടെ വാക്കുകൾ ശിവശങ്കരമേനോനെ ചുറ്റിപ്പിണഞ്ഞു. ചായക്കപ്പ് പിടിക്കുവാൻ അയാൾ അശക്തനായിരുന്നു. ദുർബലമായ വിരലുകളിലിരുന്ന് അത് പിന്നെയും തുളുമ്പി. ചായക്കപ്പ് വേഗം അയാൾ ടീപ്പോയ്മേൽ വെച്ചു. അലീനയുടെ മുഖത്തേക്ക് നോക്കുവാൻ അയാൾക്ക് കരുത്തുണ്ടായില്ല. അവൾ വീണ്ടും പറയുകയാണ്, ഒടുവിൽ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കഴക്കൂട്ടത്തെ സ്നേഹനികേതനത്തിൽ നിന്നും കടപ്പാട്ടൂരെ വീട്ടിലെത്തിയത്. ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ പെറ്റമ്മയുടെ മുഖമൊന്ന് കാണണം, ആ സ്വരമൊന്ന് കേൾക്കണം, എൻ്റെ കൂടപ്പിറപ്പുകൾക്കൊപ്പം കുറച്ചുനാൾ താമസിക്കണം. അമ്മയെന്ന് വിളിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി ഒന്നുമല്ല, സഹോദരങ്ങൾക്കൊപ്പം നിന്ന് ഓഹരി ചോദിക്കാനുമല്ല. എനിക്ക് ആരും ഒന്നും തരണ്ട. ഇത്തിരി സ്നേഹത്തിന് വേണ്ടി പോലും കൈ നീട്ടിയിട്ടില്ല. കൊടുക്കുന്നത് സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കിട്ടാത്തതെല്ലാം എനിക്കിപ്പോൾ എൻ്റെ പപ്പ തരുന്നുണ്ട്. അലീനയുടെ ശബ്ദം നനഞ്ഞ് ചിലമ്പി. മിഴി നിറഞ്ഞ് കവിളത്തേക്ക് ഏതാനും കണ്ണുനീർ കണങ്ങൾ വീണു. കണ്ണുനീർ തുടച്ചിട്ട് അവൾ ചായക്കപ്പിന് നേർക്ക് കൈ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ്, അങ്കിള് ചായ കുടിക്ക്, തണുത്തുപോകും. പിന്നെ തിരിഞ്ഞ് അവൾ അകത്തേക്ക് നടന്നു. വാതിൽ വിരിക്കപ്പുറം ടാനിയ നിൽപ്പുണ്ടായിരുന്നു. അവൾ അലീനയുടെ കയ്യിൽ പിടിച്ചു നിർത്തി മുഖത്തേക്ക് ഉറ്റുനോക്കി. പിന്നെ പുറത്തുകൂടി കൈ ചുറ്റി ആശ്ലേഷിച്ചു. അടുത്ത നിമിഷം അവളുടെ ചുമലിലേക്ക് വീണ് അലീന വിതുമ്പി കരഞ്ഞു. ശിവശങ്കരമേനോൻ മെഴുകു പ്രതിമ പോലെ ഉരുകി കസേരയോട് ഒട്ടിപ്പിടിച്ചുപോയി. എഴുന്നേൽക്കുവാൻ ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. ശ്വാസം തിരിച്ചു കിട്ടുന്നതേയുള്ളൂ. അലീന കൊടുത്ത ചായ ടീപ്പോയ് മേലിരിപ്പുണ്ട്. അയാൾക്ക് കുടിക്കുവാൻ എന്തെങ്കിലും വേണമായിരുന്നു, അത്രയ്ക്കൊരു പാരവശ്യം. അയാൾ ചായക്കപ്പ് കയ്യിലെടുത്തു. അത് ചുണ്ടോട് ചേർത്തു. തണുത്തു തുടങ്ങിയ ചായ വീണ്ടും കുടിച്ചു. തൊട്ടടുത്ത നിമിഷം സ്റ്റാൻലിയുടെ ജീപ്പിന്റെ ഇരമ്പൽ കാർ പോർച്ചിനടുത്തു വന്ന് നിലച്ചു. സ്റ്റാൻലി ജീപ്പിൽ നിന്നും ഇറങ്ങിയ ശേഷം മുൻപിലിരുന്ന ചിന്നുമോളെ ഇരുകൈകൊണ്ടും പൊക്കിയെടുത്ത് താഴെ ഇറക്കി. ഔതക്കുട്ടിച്ചായനും ഷെറിനും പിറകിലെ സീറ്റിലായിരുന്നു. ഷെറിൻ ഇറങ്ങിയതിനു ശേഷം ഔതക്കുട്ടിച്ചായനെ പിടിച്ചിറങ്ങുവാൻ ഒരു കൈ നൽകി. മുറ്റത്ത് കിടക്കുന്ന കാർ കണ്ടിട്ട് സ്റ്റാൻലി ആത്മഗതം പോലെ പറയുകയാണ്, ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഷെറിനും ആ വണ്ടിയിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, നേരാണല്ലോ ലാലിച്ചായ. പെട്ടെന്ന് ചിന്നുമോൾ ഒരു കൈ പൊക്കി പിടിച്ചു. എന്നിട്ട് പറയുക, ഞാൻ പറയാൻ ലാലിച്ചായ, എനിക്കറിയാമല്ലോ. സ്റ്റാൻലി പെട്ടെന്ന് ചിന്നുമോളുടെ നേർക്ക് നോക്കി കണ്ണുരുട്ടി. എന്നിട്ട് ചോദിക്കുകയാണ്,
ലാലിച്ചായനെന്നോ? അയ്യോ അല്ല, ലാലിച്ചായൻ അങ്കിള്. അങ്കിളെ ഞാൻ പറയാം, ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്ന കാറാ. സ്റ്റാൻലിയോട് അവൾക്ക് ആദ്യമുണ്ടായിരുന്ന പേടിയൊക്കെ മാറിയിരിക്കുന്നു. അവളിപ്പോൾ പപ്പ എന്ന് വിളിക്കും, അങ്കിളെന്ന് വിളിക്കും. ഷെറിനെ അനുകരിച്ച് ലാലിച്ചായ എന്നും ഔതക്കുട്ടിച്ചായനെ അനുകരിച്ച് ലാലിച്ച എന്നും വിളിക്കും. ചിലപ്പോൾ ചിലതെല്ലാം കൂട്ടിച്ചേർത്ത് ലാലിച്ചായൻ അങ്കിളെ എന്നും വിളിക്കും. സ്റ്റാൻലി പേടിക്കേണ്ടുന്ന വിധം ഭയങ്കരനൊന്നും അല്ലെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാൻലിയോടും നായ്ക്കളോടുമൊപ്പം സ്റ്റാൻലിയുടെ മുറിയിലാണ് അവൾ മിക്കപ്പോഴും. വീട്ടിലുണ്ടാക്കുന്ന വിശിഷ്ട ഭോഗ്യങ്ങളുടെ പങ്ക് അവളുടെ കയ്യിലൂടെയാണ് സ്റ്റാൻലിയുടെ വിശ്വസ്തരായ കാവൽക്കാർക്ക് കിട്ടുക. കൂടാതെ മറ്റൊരു ചുമതല കൂടി അലീനെ അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്റ്റാൻലി കഴിക്കുന്ന മദ്യത്തിന്റെ അളവ് നോക്കുക. സ്റ്റാൻലി കുപ്പിയും ഗ്ലാസും എടുത്താലുടൻ അവൾ ടീപ്പോയ്ക്ക് സമീപം ചെന്ന് നിലത്ത് മുട്ടുകുത്തിയിരിക്കും. തല ടീപ്പോയിലേക്ക് ചരിച്ചു വെച്ച് അളവ് നോക്കിയിട്ട് അവൾ പറയും, അങ്കിളെ, ലാലിച്ചായ, നിർത്ത്. അലീനെ അവൾക്ക് അളവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആയില്ലല്ലോ, ഒരു ഇത്തിരി കൂടി വേണ്ടേ? അയ്യോ മതി, ലീനാൻറ്റി എന്നെ വഴക്കു പറയും. ഒരു തുള്ളി കൂടി, കടുകുമുട്ടായിയുടെ അത്രയും. അത് സമ്മതിച്ചു കൊടുത്തിട്ട് അവൾ തലമുടിനാർ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്നത് പോലെ നോക്കിയിരിക്കും. അല്പം കൂടിപ്പോയാൽ ഉടൻ സ്റ്റാൻലിയുടെ കയ്യിൽ കയറി പിടിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, അയ്യോ അറിയാതെ വീണു പോയല്ലോ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഒരല്പം വല്ലതും മാറ്റം വന്നാൽ ക്ഷമിച്ചു കളയാൻ അവൾ തയ്യാറാണ്. അതിലും കൂടിപ്പോയാൽ ഭയങ്കര കള്ളത്തരം കാട്ടിയവനെ പോലെ അവൾ സ്റ്റാൻലിയെ തുറച്ചു നോക്കും. പിന്നെ എഴുന്നേറ്റ് മുഖം വീർപ്പിച്ച് ഇടം വലം നോക്കാതെ ഒരൊറ്റ പോക്കാണ് അലീനയോട് ചെന്ന് പരാതി പറയാൻ. ചിന്നുമോള് മുറ്റത്ത് കിടന്ന കാറിൽ തൊട്ട് കാണിച്ചിട്ട് പറയുകയാണ്, ഇത് എറണാകുളത്ത് വന്ന കാറാ, മാച്ചാങ്കിളിൻ്റെ വീട്ടിൽ. ബബിത ആൻറ്റി ഇതിൻ്റെ മേലെയാ പോയെ. അത് ശരിയാണല്ലോ എന്ന് ഷെറിൻ അത്ഭുതപ്പെട്ടു. അവൾ ഔതക്കുട്ടിച്ചായനോട് പറയുകയാണ്, നോക്കണേ അപ്പച്ച അവളുടെ ഒരു ഓർമ്മശക്തി. സ്റ്റാൻലിയും ആ കാർ തിരിച്ചറിഞ്ഞു. ശിവശങ്കരമേനോനും വൈജയന്തിയും കൂടി വന്ന കാർ. ഒരു അപകട മുന്നറിയിപ്പ് കിട്ടിയതുപോലെ അയാൾ ജാഗരൂകനായി. 3 സാധ്യതകൾ അയാൾ മനസ്സിൽ കണ്ടു. ഒന്നുകിൽ ശിവശങ്കരമേനോനും ബബിതയും, അല്ലെങ്കിൽ ശിവശങ്കരമേനോനും വൈജയന്തിയും. ശിവശങ്കരമേനോൻ മാത്രമായിട്ടും വേണമെങ്കിൽ വരാം. ബബിതയാണ് കൂടെയുള്ളതെങ്കിൽ ബാഗ് എടുക്കാൻ വന്നതാവാം. വൈജയന്തി ഉണ്ടെങ്കിൽ വരവിന്റെ അർത്ഥം പ്രവചനാതീതമാണ്. സ്റ്റാൻലി സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. ഹാളിൽ ഒഴിഞ്ഞ ചായക്കപ്പും കയ്യിൽ പിടിച്ചു വെറുതെ ഇരുന്ന ശിവശങ്കരമേനോൻ വാതിൽ കടന്നു വരുന്ന സ്റ്റാൻലിയെ കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റു. ഹലോ, സ്റ്റാൻലി ആശ്ചര്യപൂർവ്വം ശബ്ദം പുറപ്പെടുവിച്ചു. ഇത് സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. മാമച്ചൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ആളല്ലേ, ബബിതയുടെ അങ്കിൾ. സ്റ്റാൻലി പിന്നെയും അഭിനയിക്കുകയാണെന്ന് ശിവശങ്കരമേനോന് മനസ്സിലായി. ശിവശങ്കരമേനോൻ അതേ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതത്തോടെ തലയാട്ടി. ബബിതയെ കൂട്ടിക്കൊണ്ടുവന്നതായിരിക്കും അല്ലേ? എവിടെ ബബിത? അവൾ വന്നില്ല, ഞാൻ തനിച്ചേയുള്ളൂ. പിന്നെ എങ്ങനെ ഇവിടെ എത്തി? എങ്ങനെ വീട് കണ്ടുപിടിച്ചു? ഓ, ബബിത വഴിയെല്ലാം പറഞ്ഞു തന്നിരിക്കും അല്ലേ? ഉടനെ ഡോർ കട്ടൻ വകഞ്ഞു മാറ്റിയിട്ട് അലീന വിളിക്കുകയാണ്, പപ്പ, മേനോൻ അങ്കിൾ തിരുവനന്തപുരത്ത് പോയിട്ട് മടങ്ങി വരുന്ന വഴി പുനലൂർ വന്ന് ചോദിച്ചപ്പം ആരോ പപ്പയുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു അത്രേ. ബബിതയുടെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ഇതിലേക്ക് ഏറിയെന്നേ ഉള്ളൂ. ദാറ്റ്സ് വെരി നൈസ്. എന്തായാലും വീണ്ടും കാണാൻ സാധിച്ചല്ലോ, സന്തോഷം. നീ ഊണ് കൊടുത്തോ അലീന? ഊണ് കഴിച്ചു എന്നാ പറഞ്ഞത്, ഞാൻ ചായ കൊടുത്തു. നിനക്ക് ഇദ്ദേഹത്തെ മുൻപരിചയമുണ്ടായിരുന്നോ? ഉവ്, ഞാൻ മേനോനങ്കിളിൻ്റെ വീട്ടിൽ 2 ആഴ്ചയോളം ജോലിക്ക് നിന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു വീട്ടുവേലക്കാരിയായത് കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലാ. ചാട്ടവാറാടി ഏറ്റതുപോലെ നിൽക്കുകയാണ് ശിവശങ്കരമേനോൻ. ജയന്തിയുടെ മകളാണ് പറയുന്നത് അവളുടെ അമ്മ വീട്ടിൽ അടുക്കളക്കാരിയായി ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ സ്റ്റാൻലി, വെരി ഗുഡ്, അതൊരു നല്ല തുടക്കമായിരുന്നു അല്ലേ? ശിവശങ്കരമേനോൻ കുനിഞ്ഞ് ചായക്കപ്പ് ടീപ്പോയുടെ മുകളിലേക്ക് വെച്ചു. വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. ഔതക്കുട്ടിച്ചായൻ ഹാളിലേക്ക് കയറി വന്നു. കൂടെ ചിന്നുമോളുമുണ്ട്. അവൾ ലീനാൻറ്റിയിൽ ഉറക്ക വിളിച്ചുകൊണ്ട് അലീനയുടെ നേർക്ക് ഓടി. സ്റ്റാൻലി ശിവശങ്കരമേനോനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഔതക്കുട്ടിച്ചായനോട് ചോദിക്കുകയാണ്, അപ്പച്ചൻ അറിയുവോ ഇദ്ദേഹത്തെ? ഔതക്കുട്ടിച്ചായൻ ശിവശങ്കരന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് പറയുകയാണ്, എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളതുപോലെ ഒരു തോന്നൽ. അപ്പച്ച, ഇവിടെ അലീനയുടെ കൂടെ നിന്ന ബബിതയില്ലേ? ബബിതയുടെ അമ്മയുടെ പേരെന്താ അലീന? ഞാനത് എപ്പോഴും അങ്ങ് മറക്കുകയാണ്. പെട്ടെന്ന് അലീന പറഞ്ഞു, വൈജയന്തി. ആ വൈജയന്തിയുടെ ബ്രദറാണിത്. കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട് എന്ന് പറഞ്ഞാൽ പാലാ പ്രദേശം മുഴുവൻ അറിയും. വലിയ തറവാട്ടുകാരാ. ആ വൃദ്ധൻ സ്തംഭിച്ചു നിന്നുപോയി. ശിവശങ്കരമേനോന്റെ മുഖം എവിടെ വെച്ചാണ് കണ്ടിട്ടുള്ളത് എന്ന് അയാൾക്ക് ഓർമ്മ വന്നു. 24 വർഷങ്ങൾക്ക് മുൻപ് ഒരു പട്ടാളക്കാരനും ഇയാളുടെ അച്ഛനും ഇയാളും കൂടി ഒരു DYSPക്കൊപ്പം പുനലൂരെ തറവാട്ടിൽ വന്നിട്ടുണ്ട്. ഒരിക്കലല്ല, 3 വട്ടം. അപ്പച്ചൻ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അപ്പച്ചന് പരിചയം കാണാൻ സാധ്യതയൊന്നുമില്ല. അപ്പച്ചൻ പാലായിക്ക് പോയിട്ടുണ്ടോ? ഇല്ല. കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീടുമായി എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടോ? അതുമില്ല. പിന്നെ എങ്ങനെ മനസ്സിലാകാനാ? ഔതക്കുട്ടിച്ചായന് ആ രംഗത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ മകനെല്ലാം അറിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അയാൾക്കും മനസ്സിലായി കഴിഞ്ഞു. ഉടനെ അലീന ഔതക്കുട്ടിച്ചായനെ വിളിച്ചിട്ട് പറയുകയാണ്, വല്യപ്പച്ചനിങ്ങി വന്നേ, ചായ കുടിക്കണ്ടേ?
അതൊരു രക്ഷപ്പെടുത്തലായിരുന്നു. ശിവശങ്കര മേനോൻ ആദ്യമായിട്ടല്ലേ കുളത്തുപുഴയ്ക്ക് വരുന്നത്? സ്റ്റാൻലി ചോദിക്കുകയാണ്. അതെ. ഇന്ന് നമുക്കിവിടെ കൂടാം. അയ്യോ, ഇന്ന് തന്നെ എനിക്ക് പോകണം. അപ്പോൾ സ്റ്റാൻലി അർദ്ധഗർഭമായി പറയുകയാണ്, ഞാൻ അന്യനാണെങ്കിലും അലീന അങ്ങനെയല്ലല്ലോ. അവൾ നിങ്ങളുടെ വീട്ടുജോലിക്ക് നിന്നിട്ടുള്ളയാളല്ലേ. മാത്രവുമല്ല, ബബിത ഇവിടെ എത്രയോ ദിവസം താമസിച്ചു. എന്തെങ്കിലും നിർബന്ധമുണ്ടായിട്ടാണോ? എന്നുവെച്ച് ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. സ്റ്റാൻലി കോറിഡോറിലേക്ക് നടന്നുപോയി. ഷെറിൻ കൂടി പോയതോടെ ഹാളിൽ ആരുമില്ലാതെയായി. ഒരു കെണിയിലകപ്പെട്ടതുപോലെ ശിവശങ്കര മേനോൻ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. തന്നെ ഒറ്റപ്പെടുത്തിയിട്ട് എല്ലാവരും കടന്നു കളഞ്ഞു എന്നൊരു തോന്നൽ. അയാൾക്ക് ഒരു തീരുമാനത്തിലും എത്താൻ കഴിഞ്ഞില്ല. 4 കഥാപാത്രങ്ങൾ വേഷം കെട്ടി സ്റ്റേജിൽ കയറിയിട്ട് അതിൽ 3 പേരും അഭിനയിച്ച് ഫലിപ്പിച്ച് തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് മറഞ്ഞു. കോമാളി വേഷം കെട്ടിയ താൻ മാത്രം അരങ്ങിൽ നിൽക്കുകയാണ്. സ്റ്റാൻലി ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാവരും സത്യം മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന് തീർച്ചപ്പെട്ടു. ഇനി അടുത്തതെന്ത്? അലീന ഒരു ബാഗുമായി വാതിൽ കടന്നു വരുന്നുണ്ടായിരുന്നു. അവൾ പറയുകയാണ്, ബബിതയുടെ ഡ്രസ്സാണ്. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാളുടെ കണ്ണുകൾ പതറി. ഇത്രയും കാലം ഗർവോടെയാണ് അയാൾ അവളുടെ മുൻപിൽ നിന്നത്. ധാർഷ്ട്യത്തോടെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവളുടെ മുൻപിൽ താൻ ചുരുങ്ങിപ്പോയെന്ന് അയാൾക്ക് തോന്നി. ഒരു കീടത്തോളം ചെറുതായി മാറി. ബാലചന്ദ്ര മേനോന്റെ വീട്ടിൽ അവൾ വേലക്കാരിയായി നിന്ന നാളുകൾ അയാളുടെ മനസ്സിലേക്ക് ഓടി വന്നു. ജയന്തി എത്രയോ നിന്ദ്യമായിട്ടാണ് അവളോട് പെരുമാറിയതെന്ന് അയാൾ ഓർത്തു. താനും മോശമായി പെരുമാറിയിട്ടുണ്ട്. വണ്ടിയിൽ ബലമായി പിടിച്ചുകെട്ടി മല്ലപ്പള്ളിക്ക് കൊണ്ടുപോയപ്പോൾ ചെകിട്ടത്ത് പുറം കൈകൊണ്ട് അടിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അന്ന് താൻ സംസാരിച്ച ഭാഷ അങ്ങേയറ്റം ചീഞ്ഞതായിരുന്നു. അപ്പോഴും അവൾക്കറിയാമായിരുന്നു സ്വന്തം അമ്മാവനാണ് ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നതെന്ന്. ആ ഓർമ്മയിൽ ശിവശങ്കര മേനോൻ ചൂളി നിൽക്കുകയാണ്. അപ്പോൾ അലീന പറയുകയാണ്, ബബിതയോട് പറയണം ഇവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നന്നായിരിക്കുന്നുവെന്ന്. ശിവശങ്കര മേനോൻ ഒന്നും വേണ്ടിയില്ല. തുടർന്ന് അലീന ശബ്ദമുയർത്തി ആൻഡപ്പനെ വിളിച്ചു. എന്നിട്ട് സിറ്റൗട്ടിലേക്ക് ഇറങ്ങുവാൻ ഭാവിച്ചു. അപ്പോൾ ശിവശങ്കര മേനോൻ, അലീന, 1 മിനിറ്റ്. അലീന ചോദ്യഭാവത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് സ്റ്റാൻലിയോട് ഒന്നുകൂടൊന്ന് സംസാരിക്കണം. അലീന അയാളുടെ മുഖത്തേക്ക് നോക്കി 2 നിമിഷം നിന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇനി അത് വേണോ അങ്കിൾ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ശരി, ഞാൻ പപ്പയോട് പറയാം. അലീന തിരിച്ച് കോറിഡോറിലൂടെ അകത്തേക്ക് നടന്നു. ഈ സമയത്ത് ശിവശങ്കര മേനോൻ പറയേണ്ട കാര്യങ്ങൾ മനസ്സിലടുക്കുവാൻ ശ്രമിച്ചു. അയാൾക്ക് നീലഗിരിയിലേക്ക് വിളിക്കണമെന്ന് തോന്നി. ഗംഗേട്ടൻ്റെ ഉപദേശം ഇപ്പോൾ അനിവാര്യമാണെന്ന് തോന്നി. പക്ഷേ ഇവിടെ വെച്ച് സംസാരിച്ചാൽ മറ്റുള്ളവർ കേൾക്കും. അലീന മടങ്ങി വരുവാൻ അല്പം സമയമെടുത്തു. പിന്നീട് അവൾ തിരികെ വന്നിട്ട് പറയുകയാണ്, പപ്പ പറഞ്ഞു അകത്തേക്ക് ചെല്ലാൻ. ശിവശങ്കര മേനോൻ അവളുടെ പിന്നാലെ കോറിഡോറിലൂടെ നടന്നുപോയി. സ്റ്റാൻലിയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അയാൾ സെറ്റിയിലിരുന്ന് കുപ്പിയിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് മദ്യം പകരുന്നു. ചിന്നുമോൾ അയാളുടെ കൈക്ക് അളവ് തെറ്റാതെ നോക്കിക്കൊണ്ട് ടീപ്പോയുടെ അരികിൽ നിലത്ത് മുട്ടുകുത്തിയിരിപ്പുണ്ട്. 2 ഗ്ലാസുകളിൽ മദ്യം പകർന്നിട്ട് സ്റ്റാൻലി മുഖമുയർത്തി. നായ്ക്കളെയെല്ലാം അലീന മുറിയിൽ നിന്നും അല്പം മുമ്പ് മാറ്റി നിർത്തിയിരുന്നു. മോളു വാ, അലീന വിളിച്ചു. ഉടനെ അവൾ ചോദിക്കുകയാണ്, നോക്കണ്ട അലീന ആൻറ്റി? നോക്കിയല്ലോ, ഇത്രയും മതി, വാ. ഇനി ഒഴിക്കല്ലേ? ചിന്നുമോൾ അത് സ്റ്റാൻലിയോട് പറഞ്ഞിട്ട് എഴുന്നേറ്റ് അലീനയുടെ അടുത്തേക്ക് പോയി. ശിവശങ്കര മേനോൻ വരണം, സ്റ്റാൻലി കനഗംഭീരമായ സ്വരത്തിൽ വിളിക്കുകയാണ്. അയാൾ സങ്കോചത്തോടെ ആ മുറിയിലേക്ക് ചെന്നു. ഹാവ് എ ഡ്രിങ്ക്? സ്റ്റാൻലി ഒരു ഗ്ലാസ് എടുത്ത് നീട്ടി. നോ താങ്ക്സ്, സിറ്റ് ഡൗൺ പ്ലീസ്. അപ്പോൾ ശിവശങ്കരൻ, ഇരുന്ന് സംസാരിക്കാനൊന്നും സാവകാശമില്ല. സത്യം പറഞ്ഞാൽ ഒരു റിക്വസ്റ്റുമായി വന്നതാണ് ഞാൻ. റിക്വസ്റ്റോ? എന്ത് റിക്വസ്റ്റ്? എങ്ങനെ പറയണമെന്നറിയാത്തതിൻ്റെ ഒരു വൈക്ലഭ്യമുണ്ട്. സ്റ്റാൻലി അപ്പോൾ ശിവശങ്കര മേനോന് സംസാരിക്കുവാൻ സമയം അനുവദിച്ചുകൊണ്ട് ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ച് ഒന്ന് സിപ്പ് ചെയ്തു. ശിവശങ്കരൻ പറയുകയാണ്, ഞാൻ പർപ്പസ്ഫുള്ളി വന്നതാണ് ഇവിടെ. ബബിതയുടെ ബാഗ് എടുക്കുക എന്നുള്ളതായിരുന്നില്ല ഉദ്ദേശം. ഞാൻ വളരെ ഓപ്പണായിട്ടും ഫ്രണ്ട്ലി ആയിട്ടും താങ്കളുടെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. ബബിതയും താങ്കളെയും ഒന്നിച്ചൊരു ഹോട്ടലിൽ വൈജയന്തി കണ്ടതാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം. അത് ബബിതയെ അറിയുമോ എന്ന് ഭയന്നിട്ടാണ് ഞങ്ങളന്ന് എറണാകുളത്ത് വന്ന് ബബിതയെ കൂട്ടിക്കൊണ്ടുപോയത്. അത്രയും കേട്ടിട്ട് സ്റ്റാൻലി ഒരിറക്കും മദ്യം കൂടി കഴിച്ചു. ശിവശങ്കരൻ തുടരുകയാണ്, മാമച്ചൻ്റെ വീട്ടിൽ വെച്ച് താങ്കളെ കണ്ടുമുട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും കരുതിയതല്ല. നമ്മൾ തമ്മിൽ മുൻപരിചയമുണ്ട്. നമുക്കിടയിൽ ചിലതൊക്കെ സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ മാമച്ചൻ്റെ വീട്ടിൽ വെച്ച് താങ്കൾ ഞങ്ങളെ അറിയുമെന്ന് പോലും ഭാവിച്ചില്ല. ഞങ്ങളും അഭിനയിക്കുകയായിരുന്നു. അത് നന്നായി. പക്ഷേ ജയന്തിക്കൊരു ഭയം, അവളെ സംബന്ധിക്കുന്ന രഹസ്യം വെളിച്ചത്താകുമോ എന്ന്. സ്റ്റാൻലി അപ്പോൾ നിശ്ചിതമായി ശിവശങ്കര മേനോന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്ത് രഹസ്യം? നമുക്ക് 2 പേർക്കുമിടയിൽ ഇനി എന്തിനാണ് അഭിനയത്തിന്റെ മറ? ശിവശങ്കര മേനോന്റെ നാവിൽ നിന്ന് തന്നെ ആ രഹസ്യം എന്താണ് എന്ന് കേട്ടാൽ കൊള്ളാം. ശിവശങ്കര മേനോൻ ഒന്നും അടിച്ചു. സ്റ്റാൻലിയുടെ മുഖത്ത് യാതൊരു മയവുമില്ല. ശിവശങ്കര മേനോൻ ഒരു പതർച്ചയോടെ വീണ്ടും പറയുകയാണ്, ജയന്തിയും താങ്കളും തമ്മിൽ ആഗ്രയിൽ വെച്ച് സ്നേഹത്തിലായിരുന്നല്ലോ. കുറച്ചു കാലം ഒന്നിച്ച് താമസിക്കുകയും ചെയ്തു.
ജയന്തി ഗർഭിണിയുമായിരുന്നു. നിങ്ങൾക്ക് വീട്ടുകാരുടെ അംഗീകാരത്തോടെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്നുമുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സ്റ്റാൻലി. എന്നിട്ട് എന്തുകൊണ്ടാണ് അത് നടക്കാതെ പോയത്? പ്രധാനമായും ഞങ്ങൾ എതിർത്തതുകൊണ്ടാണ്. ഞാനും ഗംഗേട്ടനും അച്ഛനും. എതിർക്കാനുള്ള കാരണം സ്റ്റാൻലിക്ക് അറിയാലോ. 24 വർഷം മുമ്പത്തെ കഥയാണ്. ഇന്നത്തെ പോലെയല്ല. ജാതിയും മതവുമൊക്കെ അന്ന് വലിയ തടസ്സങ്ങളായിരുന്നു. മിസ്റ്റർ ശിവശങ്കര മേനോൻ, ജാതിയും മതവുമൊക്കെ നോക്കി കല്യാണം കഴിച്ചിട്ട് അവളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടായോ? എനിക്ക് സന്തോഷം കിട്ടിയോ? സ്റ്റാൻലിയുടെ ശബ്ദത്തിന് മൂർച്ചയേറിയിരുന്നു. മനുഷ്യന്റെ ഹൃദയം തകർത്തിട്ട് അതിനുമീതെ ജാതി മതങ്ങളുടെ കൊടി പാറിക്കണമെന്ന് ഏത് ദൈവമാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഞാൻ അറിയുന്ന ഒരു ദൈവവും ഈ ലോകത്ത് ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല, സ്നേഹമല്ലാതെ. ശിവശങ്കര മേനോൻ മറുപടിയില്ലാതെ നിൽക്കുകയാണ്. സ്വന്തം അനുജത്തി പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയെന്ന് അവളെ വിശ്വസിപ്പിച്ചിട്ട് അതിനെ കൊണ്ടുപോയി അനാഥാലയത്തിൽ എറിഞ്ഞപ്പോൾ ഏത് ദൈവമാണോ അത് കണ്ട് സന്തോഷിച്ചത്? ഒരു ദൈവത്തിനു വേണ്ടി അല്ല സ്റ്റാൻലി. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ശരി, പറയൂ, എന്ത് സാഹചര്യം? എന്തൊക്കെ സംഭവിച്ചു? സ്റ്റാൻലിക്ക് അറിയാലോ. ഇല്ല, എനിക്ക് ചില കേട്ടുകേൾവികളും ഊഹങ്ങളും മാത്രമേ ഉള്ളൂ. നിങ്ങളായിരുന്നല്ലോ വിചാരണ നടത്തിയതും വിധി കൽപ്പിച്ചതും ശിക്ഷ നടപ്പാക്കിയതും. ഇത് ചോദിക്കാനും പറയാനും വേണ്ടി തന്നെയാണ് 24 വർഷത്തിന് ശേഷം വിധി നിങ്ങളെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നെത്തിച്ചത്. ശിവശങ്കര മേനോന് രക്ഷപ്പെടുവാൻ പഴുതുകളൊന്നുമില്ലായിരുന്നു. അയാൾ വീണ്ടും പറയുകയാണ്, താങ്കൾ പറഞ്ഞത് തന്നെ. ജയന്തി പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നവളെ വിശ്വസിപ്പിച്ചു. കുഞ്ഞിനെ ഓർഫനേജിൽ ഏൽപ്പിച്ചു. ഞാൻ മാത്രമല്ല, അച്ഛനും ഗംഗേട്ടനും അമ്മാവനും ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റാൻലി അന്ന് ജീവിക്കുമോ മരിക്കുമോ എന്ന് തീർച്ചയില്ലാതെ എറണാകുളത്തെ ഹോസ്പിറ്റലിൽ ICUവിൽ പാരലൈസ്ഡായി കിടക്കുകയാണ്. ബോധം പോലുമില്ല. ആ സാഹചര്യത്തിൽ താങ്കളുടെ വിവാഹം കഴിഞ്ഞുവെന്ന് ജയന്തിയെ തെറ്റിദ്ധരിപ്പിക്കേണ്ടി വന്നു. അത് കേട്ടുകൊണ്ട് കത്തുന്ന കണ്ണുകളോടെ സ്റ്റാൻലി ശിവശങ്കര മേനോനോട് ചോദിക്കുകയാണ്, ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ അതോ മരിച്ചുപോയോ എന്ന് കഴിഞ്ഞ 24 വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? 2 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി എന്നാണ് അമ്മാവൻ ഞങ്ങളെ വിശ്വസിപ്പിച്ചിരുന്നത്. ശരി, മരിച്ചുപോയി. ഇനി എന്താണ്? പക്ഷേ സത്യം അതല്ലല്ലോ സ്റ്റാൻലി. എനിക്കും ഗംഗേട്ടനും സംശയമുണ്ടായിരുന്നു. ഇന്ന് പുനലൂരെ തറവാട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ സംശയം ശരിയാണെന്ന് മനസ്സിലായി. എന്നാലും ഒന്ന് കൺഫേം ചെയ്യാം എന്ന് കരുതിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അലീനയെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം വ്യക്തമായി. സ്റ്റാൻലിയുടെ കണ്ണുകൾ ചുരുങ്ങി. അയാൾ ചോദിക്കുകയാണ്, എന്തു വ്യക്തമായി? സ്റ്റാൻലി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എനിക്കൊരപേക്ഷയുണ്ട്. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ. ആരൊക്കെ അറിഞ്ഞാലും ജയന്തിയും കുട്ടികളും ഒരിക്കലും അറിയരുത് അലീന ജയന്തിയുടെ മകളാണെന്ന്. ഒറ്റ നിമിഷം കൊണ്ട് സ്റ്റാൻലിയുടെ മുഖം മുറുകി. തോക്കിൻ കുഴലിലൂടെയുള്ള നോട്ടം പോലെ ശിവശങ്കര മേനോന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അയാൾ ചോദിക്കുകയാണ്, തനിക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ? എൻ്റെ കുഞ്ഞിനെ 23 വർഷത്തേക്ക് അനാഥാലയത്തിൽ വലിച്ചെറിഞ്ഞിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്? സ്റ്റാൻലി, എന്നെ തെറ്റിദ്ധരിക്കരുത്. പെട്ടെന്ന് സ്റ്റാൻലി വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്. ഓർഫനേജ് എന്ന് വെച്ചാൽ എന്താണെന്ന് തനിക്കറിയാമോ? എൻ്റെ മോൾ അനുഭവിച്ചത് എന്താണെന്ന് താൻ ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇരന്നു വാങ്ങിയ കീറിയ ഉടുപ്പുമിട്ട് വലിയ സദ്യകളിൽ മിച്ചം വരുന്ന ഉച്ചിഷ്ടം കഴിച്ച് അപ്പനമ്മമാരും കൂടപ്പറപ്പുകളും ഇല്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് 23 വർഷം. അവൾ അവിടുന്ന് രക്ഷപ്പെട്ട് പാലായിൽ വന്നപ്പോഴും നിങ്ങൾ അവളെ ദ്രോഹിച്ചില്ലേ? അതറിഞ്ഞപ്പോൾ മുതൽ തന്നെയോ തൻ്റെ ജ്യേഷ്ഠനെയോ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വെടിവെച്ച് കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റാൻലി, ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു അലീന ആരാണെന്ന്. പാലായിൽ വെച്ചറിയില്ലായിരുന്നു. പക്ഷെ അറിഞ്ഞപ്പോഴോ? ഇവിടെ വന്ന് അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ തൻ്റെ കണ്ണു നിറഞ്ഞോ? ഇല്ല. അവളെ മോളെ എന്നൊന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുവാൻ തൻ്റെ നാവ് വഴങ്ങിയോ? ഇല്ല. അവൾ തന്ന ചായ കുടിച്ചല്ലോ താൻ. തനിക്ക് എങ്ങനെ സാധിച്ചു? തൻ്റെ തൊണ്ട വെന്ത് കരിയേണ്ടതായിരുന്നില്ലേ? സ്റ്റാൻലി, പ്ലീസ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും. പ്രായശ്ചിത്തമോ? താൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യും? 12,000 വർഷം താൻ സെൻട്രൽ ജയിലിൽ പോയി കിടന്നാൽ എൻ്റെ മോളെ ഒരു ദിവസം അനാഥാലയത്തിൽ കിടത്തിയതിന് പരിഹാരമാകുമോടൂ? സ്റ്റാൻലിയുടെ മുഖം ചുട്ടുപഴുക്കുകയാണ്. അയാൾ വീണ്ടും ചോദിക്കുകയാണ്, താൻ എന്ത് നഷ്ടപരിഹാരം തരും? തൻ്റെ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീടും സർവ്വസ്ഥാവര ജംഗമ വസ്തുക്കളും തീരെഴുതി തന്നാൽ എൻ്റെ മോൾ ഒരു നിമിഷം അനുഭവിച്ച വേദനയ്ക്ക് പകരമാകുമോടൂ, ഇഡിയറ്റ്? സ്റ്റാൻലി ശിവശങ്കര മേനോന്റെ കോളറിൽ കയറി പിടിക്കുവാൻ ആഞ്ഞതാണ്. അയാളുടെ ഇടിവെട്ടും പോലുള്ള ഒച്ച കേട്ടുകൊണ്ട് അലീന വാതിക്കലേക്ക് ഓടി വന്ന് പപ്പാ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ഒരു നടുക്കത്തോടെ 2 പേരുടെയും ഇടയിൽ വന്ന് കയറി. എന്നിട്ട് സ്റ്റാൻലിയോട് അലീന ചോദിക്കുകയാണ്, പപ്പയ്ക്കെന്താ ഇത്ര ദേഷ്യം? എന്തുപറ്റി? വാ ഇങ്ങോട്ടിരുന്നേ. ഹാ, വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയൊക്കെയാണോ പപ്പ പെരുമാറുന്നത്? അയാൾ അവളെ പിടിച്ച് സെറ്റിയിലിരുത്തുവാൻ ശ്രമിച്ചു. സ്റ്റാൻലി മുഖം തിരിച്ച് ശിവശങ്കര മേനോനെ നോക്കി. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ഈ മോളെ ഓർത്ത് മാത്രമാ ഞാൻ തൻ്റെ മുൻപിൽ അഭിനയിച്ചത്.
ഇതുവരെ മാന്യമായിട്ട് പെരുമാറിയത്. മനസ്സിലായോ തനിക്ക്? അവിടെ ഇരിക്കു പപ്പ. അലീന കെഞ്ചുകയാണ്. സ്റ്റാൻലി സെറ്റിയിലേക്ക് ഇരുന്നു. ഗ്ലാസ് എടുത്തു വെച്ച് അതിലേക്ക് വീണ്ടും മദ്യമൊഴിച്ചു. സ്റ്റാൻലിയുടെ കൈ വിറച്ചിട്ട് കുപ്പി ഗ്ലാസ്സിൽ തട്ടിക്കൊണ്ടേയിരുന്നു. അലീന കുപ്പി വാങ്ങി ഗ്ലാസ്സിലേക്ക് കമിഴ്ത്തി. ഇത്രയും കോപാധിക്യത്തിൽ ഒരിക്കലും അവൾ പപ്പായെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ശിവശങ്കരമേനോന്റെ തല താണുപോയിരുന്നു. അയാൾ സാവധാനം മുറിവിട്ടിറങ്ങി. ഏതോ രാവണൻ കോട്ടയിൽ അകപ്പെട്ടതുപോലെ അയാൾ എങ്ങോട്ടെന്നില്ലാതെ നടന്നുപോയി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കൂടി ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.